എന്താ എന്ത് പറ്റി നിനക്ക്? പറ പറയാൻ. ചതിച്ചല്ലോടി നീ ഞങ്ങളെ. ഇനി മറ്റുള്ളവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? മഹാപാവി, നശിച്ചവളെ, എന്തിനാണ് ഇത് എന്നോട് ചെയ്തത്? എനിക്ക് വേണ്ടതില്ല, എനിക്ക് കാണണ്ട. പോയി വിടുന്നു. എനിക്കിങ്ങനെ ഒരു മകളില്ല. പോയിക്കോ നീ എങ്ങോട്ടെങ്കിലും, എവിടെയെങ്കിലും പോയി ചാവി. എനിക്ക് വേണ്ട. എന്താ കനകം ഇത്? പോയി, എന്റെ കുടുംബത്തിന്റെ മാനം പോയി. എങ്ങനെയാ ഞാൻ ഇവളെ വളർത്തിയെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഉറങ്ങാതെ കാവലിരുന്നതാ ഞാൻ. നല്ലതല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നിട്ട് ആരുടെയോ കൂടെ പോയി പഴിച്ചു വന്നിരിക്കുക ഇവള്. ആശിച്ചവളെ, ഞങ്ങളെപ്പോ കൊല്ലായിരുന്നില്ലേടി നിനക്ക്? ഇനി ഞങ്ങൾ ജീവിച്ചിട്ട് എന്താ കാര്യം? ഇത്രയും കാലം ഈ നാട്ടിൽ ആരും മുഖം തുറത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല. എല്ലാം നശിപ്പിച്ചില്ലേ? നശിച്ചവളെ. തല്ലല്ല, ഇവളെ കൊല്ല വേണ്ടത്. ഇവള് നമ്മളെ ചതിച്ചടാ മോനെ. ഏതൊരുത്തന്റെ കാറിൽ കയറി പോയിട്ട് ഇവള് ഇതിവിടെ വന്ന് പറയാൻ ധൈര്യം കിട്ടിയല്ലോ ഇവൾക്ക്. അമ്മ എന്തിനാ ഇവളെ ഈ ഉമ്മറത്തേക്ക് കയറ്റിയത്? ഇറക്കി വിട്ടോ, പോയി ചാവട്ടെ ഇവള്. നിന്നെ പ്രസവിച്ചതിന് ഇത്രയും വലിയ കൂലി നീ എനിക്ക് തന്നല്ലോടി. അന്തസ്സുള്ള ഒരു അമ്മയുടെ ധർമ്മമാ നീ എന്ന് ചെയ്തത്. നാലാളുടെ കണ്ണും മൂടാം, നാലാളുടെ കാതും അടയ്ക്കാം. പക്ഷേ ദൈവത്തിന്റെ കണ്ണോ കാതോ മൂടാൻ പറ്റുമോ? എന്താ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? കുടുംബത്തെ പ്രതി ഏതെങ്കിലും ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അയ്യോ, ചതിച്ചല്ലോടി നീ. ഇനി നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? എന്താ ചേച്ചി? നിങ്ങൾ തന്നെ പറ. ഈ കോലത്തിലൊരു പെൺകുട്ടി കയറി വന്നാ ദേഷ്യം വരാതിരിക്കുവോ? ഈ പെരുമഴയത്ത് നനഞ്ഞൊലിച്ച് വരേണ്ട വല്ല കാര്യമുണ്ടോ? ആ ബസ് സ്റ്റോപ്പിൽ എങ്ങാനും കയറി നിന്നാ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ട് വരില്ലേ? ഇനിയിപ്പൊ അത് പറഞ്ഞിട്ടെന്താ? അവള് പേടിച്ചിട്ടായിരിക്കും. കൊണ്ടുപോയി ആ നനഞ്ഞതൊക്കെ ഒന്ന് മാറ്റിക്ക്. അതാ ഞാനും പറഞ്ഞു. ഓടി കേറി വാ. ഇതാരും അറിയരുത് പോലെ. അറിഞ്ഞ ഒരു കുടുംബം മുഴുവൻ നശിക്കും. നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവൾക്ക് ഇങ്ങനെ വല്ലതും സംഭവിച്ചാ നമ്മൾ എന്ത് ചെയ്യുന്നൊന്നും ഒരാളും കരുതില്ല. കുടിപ്പകക്കാരെ പോലെ കുടുംബം നശിപ്പിക്കുകയുള്ളൂ.
നീ ശുദ്ധയായി മോളെ, ശുദ്ധയായി. നിന്റെ തലയിൽ ഞാനിപ്പോ കോരി ഒഴിച്ചത് വെള്ളമല്ല, ഇത് വെള്ളമല്ല, തീയാണെന്ന് കരുതിക്കോ. അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടാത്തത് എന്താണുള്ളത്? ഇപ്പൊ നിന്നിൽ കളങ്കമില്ല. നീ സ്ഫടികമാണ് മോളെ, സ്ഫടികം. മോളെ, മനസ്സിൽ അഴുക്കുണ്ടെങ്കിലേ അഴുക്കാകും. നിന്റെ മനസ്സ് അമ്മയ്ക്കറിയാം. ഒരു കളങ്കവും ഇല്ലാത്ത എന്റെ മോളുടെ മനസ്സ് ലോകർക്കറിയില്ല. അതുകൊണ്ട് അമ്മ പറയുന്നത് ഇതാരും അറിയരുതെന്ന്. മോള് പേടിക്കണ്ട, ഒരാളും ഒന്നും അറിയില്ല, അറിയാൻ പാടില്ല. നിന്റെ നന്മയ്ക്ക് അമ്മ പറയുന്നത്. ഇല്ല, എന്റെ മോൾക്കൊന്നും സംഭവിച്ചില്ല, ഒന്നുമില്ല. നീ പരിശുദ്ധയായി. ഞാൻ പറയുന്നത് സത്യമാണ്. വഴിയിൽ കൂടി നടക്കുമ്പോ എത്ര പ്രാവശ്യം നമ്മൾ വൃത്തികേടുകൾ ചവിട്ടാറുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും കാല് വെട്ടി കളയാറുണ്ടോ? കാല് കഴുകി വൃത്തിയാക്കിയിട്ട് പൂജാമുറിയിൽ വരെ കയറാം. അങ്ങനെ പാടില്ലെന്ന് പറഞ്ഞ് ഈശ്വരന്മാര് നമ്മളെ പുറത്താക്കാറുണ്ടോ? എല്ലാം മനസ്സാണ് മോളെ, മനസ്സ് ശുദ്ധമായിരിക്കണം. നിനക്ക് അഹല്യയുടെ കഥ അറിയാവോ? ശ്രീരാമന്റെ പാദരേണുക്കൾ കൊണ്ട് അവൾ പരിശുദ്ധയായ കഥ. അവളുടെ മനസ്സ് ദുഷിച്ചിരുന്നില്ല, അതുകൊണ്ടാ രാമന്റെ പാദരേണുക്കൾ അവളുടെ മേൽ പതിച്ചത്. എന്തിനാണ് അമ്മ ഇതൊക്കെ പറയുന്നെന്ന് വെച്ചാ, വെറുതെ നിന്റെ മനസ്സ് ദുഷിച്ചു പോകരുത്, അതുകൊണ്ടാ. ദുസ്വപ്നം പോലെ മറന്നു കളയും മോള്. ഒന്നും പറ്റിയിട്ടില്ല നിനക്ക്, ഒന്നും. മോളെ, എനിക്ക് സൗഭാഗ്യപൂർണമായ ഒരു ജീവിതം തരണേന്ന് പ്രാർത്ഥിച്ചോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ഞാനും കാരണക്കാരി തന്നെയാ. പ്രായം തികഞ്ഞ പെൺകുട്ടിയെ പുറത്തേക്ക് അയക്കുകയാണ്, ലോകം ചീത്തയാണ് എന്നൊന്നും ഞാൻ ആലോചിച്ചില്ല. എന്റെ മോള് കോളേജിൽ പഠിക്കുന്നു എന്ന സന്തോഷത്തിൽ എനിക്ക് മറ്റൊരു വിചാരവും പോയില്ല. എന്ന് തന്നെയല്ല, നീ എനിക്കിപ്പോഴും കുഞ്ഞാണല്ലോ. എന്നാൽ നീ ഇനിമേൽ ലോകത്തിന്റെ മുന്നിൽ കുഞ്ഞല്ല മോളെ. ഈ സംഭവം മറന്നുകള. മറന്നു കളയാനല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. നീ ഒരിക്കലും ഇത് മറക്കരുത്. ഇതിനെപ്പറ്റി ആരോടും മിണ്ടിപ്പോകരുത്. ഈ ഒരു കാര്യത്തിൽ മാത്രം ബന്ധവും മിത്രവും ഒന്നുമില്ല. ആരോട് ഈ കാര്യം പറയില്ലെന്ന് എന്റെ കയ്യിലടിച്ച് ശബ്ദം ചെയ്യും. അന്ന് നീ തിരിച്ചു വന്നപ്പോ നിന്റെ അമ്മ നിന്റെ തലയിലൂടെ വെള്ളം ഒഴിച്ച് പരിശുദ്ധയാക്കിന്ന് വിശ്വസിപ്പിക്കണമായിരുന്നോ? എന്നിട്ട് ആ നാണം കെട്ട എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഭാവിച്ച് നിനക്കൊരാളെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണമായിരുന്നു. ഞാൻ ജീവിച്ചോ? ഇല്ല, അവിടെയാ എനിക്ക് നിന്നോടുള്ള ബഹുമാനം. മോളെ,
സ്ത്രീ സമൂഹത്തിന് നീ വലിയൊരു പാഠമാണ്. ഒരു സ്ത്രീക്ക് വിവാഹം ഒരിക്കലേ ഉള്ളൂ. അന്ന് ആ കാറിൽ വെച്ച് നടന്നത് തന്നെയാ നിന്റെ വിവാഹം. നിനക്ക് ചങ്കൂറ്റുണ്ടെങ്കിൽ നീ അവനെ തേടി കണ്ടെത്തണമായിരുന്നു. അവന്റെ കൈ പിടിച്ച് സമൂഹത്തിന്റെ മുമ്പിലൂടെ നടക്കണമായിരുന്നു. അവനല്ലാതെ മറ്റേതൊരു പുരുഷനെ നീ വിവാഹം കഴിച്ചാലും അത് വഞ്ചനയാ. മുഖ ഓർമ്മ വെച്ച് എന്നെങ്കിലും നീ അവനെ ഇനി കണ്ടെത്തിയാലും അവൻ നിന്നെ സ്വീകരിക്കും. നിന്റെ ജീവിതം ഇപ്പം നീ തുടരുന്ന തന്നെയാ. അതാ സത്യം. മനസ്സിലായോ? അതേ മോളെ. അല്ല, ആ കഥ എഴുതിയ ആളെ നിനക്കറിയാമോ? അറിയാം, ആർക്കിവി. അങ്ങനെ എനിക്കും അറിയാം. പെണ്ണുങ്ങളെ കൊണ്ട് വായിക്കൊള്ളാത്ത ചില വാക്കുകൾ വിളിച്ചു പറയിക്കുന്ന അയാളുടെ ചില കഥകൾ ഞാനും കണ്ടിട്ടുണ്ട്. അയാളെ പോലുള്ള ഒരാ സത്യത്തിൽ സമൂഹത്തെ വഷളാക്കുന്നത്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അമ്പരപ്പാണ് പലപ്പോഴും അദ്ദേഹം ചിന്തിക്കുന്ന വഴികളെക്കുറിച്ച്. ഇത് ചിന്തിക്കുന്നതാണെന്ന് ആര് പറഞ്ഞു? അനുഭവിക്കുന്നത് പൊടിപ്പും തൊന്നലും വെച്ച് എഴുതുന്നതായിക്കൂടെ? കഥ എഴുതുന്നവരെല്ലാം അത് അനുഭവിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രസവത്തിനെ കുറിച്ച് ഒരു പുരുഷൻ എഴുതുന്നത് എങ്ങനെ? തർക്കിക്കുക നീ? എങ്കിൽ പറ, നിന്ന സ്ഥലവും നടന്ന സംഭവങ്ങളും ഒക്കെ കൃത്യമായിട്ട് എങ്ങനെയാണ് ചിന്തിച്ചെടുത്തു? നീ നേരിൽ കണ്ട പോലെ എഴുതണമെങ്കിൽ ഒരാൾക്കേ പറ്റൂ, നിന്റെ കൂടെ ഉണ്ടായിരുന്നവന്. ഇത് അയാള് തന്നെയാ. അയാൾക്കും നിനക്കും ഇടയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ തന്നെയാ ഈ കഥ. അനുഭവങ്ങൾക്ക് വേണ്ടി എന്നുള്ള നാട്യത്തില് കുത്തഴിഞ്ഞ ജീവിതം നയിച്ചവരാ സകല കലാകാരന്മാരും. എന്നിട്ട് ഒന്നിനും വയ്യാതാകുമ്പോ കുറ്റസമ്മതവും പ്രായശ്ചിത്തവും ഒക്കെ അങ്ങോട്ട് എഴുതാൻ തുടങ്ങും. വിവരമില്ലാത്തവർ അപ്പോഴും അവരെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കും. കാട് കയറിയ ജീവിതത്തിന്റെ ഒടുവില് ഇപ്പൊ എവിടെയെങ്കിലും തളർന്നു കിടക്കാവും. അല്ലെങ്കിൽ വ്രണങ്ങൾ വന്ന് പൊഴുത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ വരാന്തയില്. അതിന്റെ പശ്ചാത്തലമായി ഈ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് സംശയമില്ല, ഈ എഴുതിയവൻ തന്നെയാ നിന്നെ നശിപ്പിച്ചത്. ഇത്രയും പ്രശസ്തനായ ആർക്കിവി, അദ്ദേഹം അങ്ങനെ ഒരാളായിരിക്കില്ല. എത്രയോ നന്മയുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചു, എത്ര നല്ല നല്ല ചിന്തകൾ. അങ്ങനെയുള്ള ഒരാൾക്ക് എന്തുകൊണ്ടായിക്കൂടാ? എത്രയോ എഴുത്തുകാരുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ലവരായിരുന്നോ? ഒരിക്കലുമില്ല. ഒരു കാര്യം അമ്മാവൻ പറഞ്ഞത് ശരിയാണ്. അത്രയും സൂക്ഷ്മമായി അന്നത്തെ സംഭവങ്ങൾ എഴുതണമെങ്കിൽ അത് അയാൾക്ക് മാത്രമേ പറ്റൂ. എനിക്കറിയില്ല, ഈ ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്ന ആൾ തന്നെയാണോ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വരികൾ എഴുതിയതും? ഇല്ല, അയാൾക്കല്ലാതെ ഇത്രയും കൃത്യമായി എഴുതാൻ പറ്റില്ല. അത് അയാൾ തന്നെയാണ്, ആർക്കിവി. സമൂഹത്തിന്റെ മുന്നിലെ ആ മാന്യതയുടെ മുഖംമൂടി വലിച്ചു കീറണം. ഗുഡ് മോർണിംഗ്, അക്ഷരമാസിക. ഗുഡ് മോർണിംഗ്. എനിക്ക് കഥാകൃത്ത് ആർക്കിവിയുടെ നമ്പർ തരാമോ? സോറി മാഡം, എഴുത്തുകാരുടെ നമ്പർ അവരുടെ അനുവാദമില്ലാതെ ഞങ്ങൾ ആർക്കും നൽകാറില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ആരാധികയാണ്. അദ്ദേഹം എഴുതിയതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്ന് നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു, പ്ലീസ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എഴുത്തുകാരും ഞങ്ങളും തമ്മിലുള്ള ധാരണ ഞങ്ങൾ പാലിച്ചല്ലേ പറ്റൂ. അത് ശരിയാണ്. എങ്കിലും അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കാമോ? ഐ വിൽ ട്രൈ. മാഡത്തിന്റെ നമ്പർ തന്നോളൂ, ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ.
2723 ഇതിൻ്റെ ഓഫീസ് നമ്പറാണ്. 35ലേക്ക് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ശരി മാഡം. പിന്നെ താങ്കളുടെ പേരെന്താണെന്ന് പറഞ്ഞേ? ശശിധരൻ. ഓക്കെ മിസ്റ്റർ ശശിധരൻ, നിങ്ങൾ എനിക്ക് ഫേവർ ചെയ്യുന്നു തന്നെ പ്രതീക്ഷിക്കുന്നു. ശരി മാഡം. ഹലോ. ഹലോ മാഡം, ശശിധരനാ. നമ്പർ തന്നോളാൻ RKV പറഞ്ഞു. റിയലി? യാ, നമ്പർ നോട്ട് ചെയ്തോളൂ മാഡം. ഓക്കെ. 47737772. 47737772. ഓക്കെ, താങ്ക് യു ശശിധരൻ. ഞാൻ ഇത്രയ്ക്ക് പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. താങ്ക്സ് അലോട്ട്. താങ്ക് യു മാഡം. മതിയാക്കടി പെണ്ണേ, കൂടെ കളിച്ചതൊക്കെ പോയില്ലേ? ചെന്ന് കയ്യും കാലും കഴിവോ. എനിക്ക് ഇനിയും കളിക്കണം. ഓ ചെല്ലു മോളെ. പറഞ്ഞാ കേൾക്കൂല. RKVയുടെ വീട് ഇതല്ലേ? ആണല്ലോ. മോളെ ഏതാ? കേറി വരൂ. ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ കഥകളും വായിച്ചിട്ടുണ്ട്. ഒരാരാധികയാണ്. ഒന്ന് കാണണമായിരുന്നു. വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. എടി മോളെ, ചെന്ന് നിന്റെ അമ്മയോടെങ്കിൽ വരാൻ പറ. എനിക്ക് പറ്റില്ല. ദേ നീ അടി മേടിക്കും. ചെന്ന് വിളിക്കാൻ. അമ്മേ, അമ്മേ. ഇരി മോളെ. വേണ്ട, അവനകത്തുണ്ട്. ചിലപ്പോൾ മുറി അടച്ചിരുന്ന് എഴുതായിരിക്കും. മോളെ വീട് എവിടെയാ? പാലച്ചിറ. അങ്ങനെ ചെറിയും തോടും എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ഇവിടെ വിട്ട് അധികം ഇറങ്ങാറില്ല. അവനെന്തോ വലിയ വലിയ കഥകൾ എഴുതുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ഓരോന്ന് വായിക്കണമെന്ന് കരുതി എടുത്തു വയ്ക്കും. നേരെ ചൊവ്വേ അവൻ വല്ലതും എഴുതുമോ? ഒക്കെ ഒരു വളച്ചു കെട്ടല. അങ്ങനൊന്നും പറയരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് RKVയുടെ കഥകളാ. പ്രത്യേകിച്ചും സ്ത്രീകളെക്കുറിച്ച് എഴുതുമ്പോൾ വല്ലാത്തൊരു ശക്തിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക്. അമ്മമ്മേ, ഞാൻ കളിക്കാൻ എന്താ കാണിക്കുന്നേ? അടി മേടിക്കോ? കണ്ടോണ്ട് നിന്റെ മോള് കാണിച്ചത്. അമ്മ തന്നെ അവളോട് കളിക്കാൻ കൂടുന്നത്. ആരാ? നീ വിശ്വത്തിനെ ഒന്ന് വിളിക്കേ. ഈ കുട്ടി അവനെ കാണാൻ വന്ന് നിൽക്കുക. ഈ പുസ്തകത്തിലെ സാറിന്റെ ഒരു കയ്യൊപ്പ് വാങ്ങണം. വരൂ. കുളിക്കുക. ഇപ്പൊ വരും. കുടിക്കാൻ ചായ എടുക്കാം. എക്സ്ക്യൂസ് മീ. ഞാൻ ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. സാറ് ദേഷ്യപ്രകൃതക്കാരനൊന്നും അല്ലല്ലോ? ഹേയ്, എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, ചില എഴുത്തുകാർ അവരുടെ സ്വസ്ഥത കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കൂന്നൊക്കെ കേട്ടിട്ടുണ്ട്. വിശ്വേട്ടന് ദേഷ്യം വന്ന് ഞാൻ കണ്ടിട്ടില്ല. കോളേജിൽ നിന്ന് വന്നാ പിന്നെ അമ്മയും മോളുമായിട്ട് കളിയാ ഏതു നേരം. ഇതിന്റെ ഇടയിൽ എപ്പോഴാ ചെന്നിരുന്ന് എഴുതുന്നതെന്ന് പോലും എനിക്കറിയില്ല. കുട്ടിയിരിക്കെ. ഇവിടെ നല്ല മനുഷ്യനാ, അതുറപ്പാ. അതിലെന്താ സംശയിക്കാനിരിക്കുന്നത്? അന്ന് എന്നെ കണ്ടപ്പോ ആദ്യം നന്നായിട്ട് തന്നെയല്ലേ പെരുമാറിയത്? ഇത് അയാൾ തന്നെയാണെങ്കിൽ ഞാൻ എന്താ ഇപ്പൊ ചെയ്യണ്ടേ? ബഹളം വെക്കണോ? അത് ഇവിടെ എല്ലാവർക്കും വിഷമമാവില്ലേ? ഞാനെന്തിനാ ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നേ?
എന്റെ ജീവിതം നശിപ്പിച്ച ആളല്ലേ. തകരട്ടെ എല്ലാം, തകരട്ടെ. അമ്മയോടും ഭാര്യയോടും മകളോടും ഒക്കെ സമാധാനം പറയട്ടെ. എനിക്കെന്താ, തകരട്ടെ എല്ലാം. ആ, കുട്ടി വരൂ, മുറിയിലേക്കിരിക്കാം. ഇപ്പോ കാണും ഞാൻ അയാളെ.